ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നത്. പ്രൊഡക്റ്റിൻ്റെ പേര് സ്വിസ് ഇമേജ് എന്നാണ്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെ എന്ന് തോന്നിയൊരു പ്രൊഡക്റ്റാണ്. മുഖത്ത് ഡാർക്ക്നെസ് എല്ലാം ഉണ്ടെങ്കിൽ പോകും. അപ്പോൾ എനിക്ക് കുറച്ച് നാളായിട്ട് ഭയങ്കര ടാന് വന്ന് ഞാൻ ഹോം റെമഡിയെല്ലാം ചെയ്യുമ്പോൾ ഒരു മാറ്റം വരും. പക്ഷേ പിന്നെയും ഞാൻ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ വല്ലാണ്ട് അപ്പോൾ എൻ്റെ സാധാരണ സ്കിൻ ടോണിനെക്കാട്ടിയും ഡാർക്ക്നെസ് വന്ന് തുടങ്ങിയാലും ഞാൻ എൻ്റെ ബ്രദർ ഞാൻ ഇവിടെ നാട്ടിൽ നിന്ന് വാങ്ങിയല്ലേ, അതെൻ്റെ ബ്രദറിനോട് പറഞ്ഞിട്ട് ബ്രദർ എനിക്ക് ഗൾഫിൽ നിന്ന് കൊണ്ടുത്തന്നതാണ്. അപ്പോൾ അവിടുത്തെ റേറ്റ് എത്രയാണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല. എന്തായാലും മോശമില്ലാത്ത റേറ്റ് ഉണ്ട്, നല്ല റേറ്റിൻ്റെ സാധനം. ഞാൻ ഈ സാധനത്തിനല്ല പറഞ്ഞത് അവരോട്, ഏട്ടനോട് ഇതിനല്ല പറഞ്ഞത്. ഒരു ഫെയ്ഡ് ഔട്ട് എന്ന് എനിക്കൊരു ക്രീം ഉണ്ടായിരുന്നു, ഞാൻ മുന്നേ 2 തവണ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അത് അച്ഛൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് അച്ഛൻ വാങ്ങിയിട്ട് വന്നതാണ്. അപ്പോൾ അത് തേച്ചാൽ നല്ല മാറ്റം, 4 ആഴ്ച തേക്കൊണ്ടു, 4 ആഴ്ച കൊണ്ട് ഭയങ്കര മാറ്റം ഉണ്ടാവും. അപ്പം നല്ല എനിക്ക് കഴിക്കാൻ ഭയങ്കര കരുവാളിപ്പുണ്ടായിരുന്നു, ഇതിനെക്കാട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് തേച്ചിട്ട് കുറഞ്ഞതായി. ഇപ്പോൾ അത് ഒരു കല്യാണത്തിന് മുന്നേയെല്ലാം തേച്ചതാണ് കേട്ടോ, വെച്ചാൽ 10 വർഷം മുന്നേയെല്ലാം തേച്ചതാണ്. അപ്പോൾ ആ മാറ്റമെല്ലാം വന്നിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പക്ഷേ അത് വാങ്ങിക്കാൻ പോയാൽ അവിടെയുള്ള സ്റ്റാഫ് പറഞ്ഞ ഇതും കുറച്ച് നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം അന്നേരം ഒരു ഫേസ് വാഷൊക്കെ ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ഓൻ പറഞ്ഞ പിന്നെ അത് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിൻ്റെ ചേട്ടൻ മേടിച്ചാണ് ഇത്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് ഈ പ്രൊഡക്റ്റിൻ്റെ പേര് കേൾക്കുന്നത്. ഇത് സ്വിറ്റ്സർലാൻഡിൻ്റെ പ്രൊഡക്റ്റാണ്, കാണുന്നുണ്ടോയെന്നറിയില്ല. പിന്നെ വൈറ്റനിങ് ക്രീമെന്നാണുള്ളത്, വൈറ്റനിങ് ഡേ ക്രീമാണിത്. SPF 20 വൈറ്റ് ടാൻ കോംപ്ലക്സ് വൈറ്റനിങ് സ്കിൻ ടോൺ വിസിബിളി ബ്രൈറ്റൺ ഈവൻ കോംപ്ലക്ഷൻ ഓൾ സ്കിൻ ടൈപ്പുകാർക്ക് യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഫേസ് വാഷ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഫേസ് വാഷ് എനിക്ക് തോന്നുന്നു പിന്നെ ഓൾ ടൈപ്പ് എന്ന് അതിൻ്റെ അകത്ത് കാണുന്നെങ്കിലും പക്ഷേ അത് കുറച്ചും കൂടെ ബെറ്റർ പിന്നെ ഓയിലി സ്കിന്നുള്ളവർക്കാണ്. എനിക്ക് ഓയിലി സ്കിന്നാണ്. അപ്പോൾ അത് കാണാൻ അങ്ങനെ പതമതയൊന്നും ഉണ്ടാവില്ല, പക്ഷേങ്കിൽ തേച്ച് കഴിഞ്ഞാൽ നൊരയൊന്നും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ നന്നായിട്ട് ക്ലെൻസിങ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഇത് ഡ്രൈ സ്കിന്നുകാരായ ഫേസ് വാഷ് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ സ്കിന്ന് ഡ്രൈ ആവും. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എനിക്ക് തേച്ചാൽ അങ്ങനെ സ്കിന്ന് ഡ്രൈ ആയ പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് വലിയൊരു കോമഡി എന്ന് വെച്ചാൽ ഞാനിത് മുന്നേ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പിന്നെ കുറച്ച് സാഹചര്യങ്ങൾ കാരണം നേരമില്ലായ്മ കാരണമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് തീരാനായി. അപ്പോൾ അതിലിടക്ക് ഇത് ഗ്ലാസിൻ്റെ കുപ്പിയാണ്, അതിലിടക്ക് എൻ്റെ അടുക്കുന്ന ഈ ബോട്ടിൽ വീണ് പൊട്ടി. ഞാനിവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണ് അവസ്ഥ, നിങ്ങൾക്ക് അറിയായിരിക്കും വീഡിയോ ഒക്കെ കണ്ടാൽ. അപ്പോൾ അത് ചെറുതായി വീണ് പൊട്ടിയില്ല, മൂടി നല്ല രീതിയിൽ പൊട്ടി. ഇത് ഗ്ലാസ്സാണ്, ഭാഗ്യത്തിന് ഇത് പൊട്ടിയില്ല, ഇത് നന്നായി പൊട്ടിയിരിക്കുന്നു. അപ്പോൾ കാണിച്ചു തരാൻ ഈ ഒരു പാട്ട് മാത്രമേ. അപ്പം കണ്ട ശരി ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റും കേട്ടോ. ഇതാണ് ക്രീം ബോട്ടിൽ. അപ്പോൾ ഞാൻ മറ്റേ പൊട്ടിയെന്ന് വരില്ല. അപ്പം ഞാൻ ക്രീം യൂസ് ചെയ്ത് എൻഡിലെത്തി, ഞാൻ പറഞ്ഞില്ലേ മാക്സിമം ഒരു എൻഡിലെത്തി. അപ്പോൾ ഇത് തേച്ചാൽ തന്നെ ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും കേട്ടോ. നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ നമ്മളിപ്പോൾ ചെറിയൊരു ഫൗണ്ടേഷൻ മറ്റേ BB ക്രീമെല്ലാം ഇട്ട പോലെ ഒരു ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ കണ്ടാൽ ഇപ്പം ഞാൻ തേച്ചാൽ തിരിയും. അപ്പം ഞാനിത് ഡെയിലി യൂസ് ചെയ്യാറില്ല, ഞാൻ കയ്യിലെല്ലാം യൂസ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ സംഭവം തീരാനായാലും ഞാൻ കുറച്ച് ഇറുക്കിസായി ഗൈസ്. സംഭവം തീർന്നാൽ പിന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കണ്ട ഇതിപ്പം തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളെ സ്കിന്ന് കണ്ട. ഇത് സർക്കുലർ മോഷനിൽ തേക്കണം കേട്ടോ. ഇവിടെയും നമ്മളുള്ള ഫിനിഷിങ് കണ്ടോ. നമ്മളിപ്പോൾ തേച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ എടുത്ത് തേക്കുള്ളൂ. പിന്നെ സാധനം തീരാനായതുകൊണ്ട് ഞാനിപ്പോൾ അത്രയും തേക്കാറുള്ളൂ. അത് തേച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ഇട്ടൊരു ഫീലിങ്സ് ഉണ്ടാവും കേട്ടോ. കേട്ടോ നമുക്കിപ്പോൾ ഒരു മേക്കപ്പ് ഇട്ട ഫീലിങ്സ് ഇല്ലേ, അതായത് ഒരു കവറേജ് കിട്ടും അത്ര. അപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ മുകളിൽ പൗഡർ ഇടായിരുന്നു, എൻ്റെ ഓയിൽ സ്കിന്നാണ്. അപ്പോൾ ടാൽക്കൻ പൗഡർ നിർബന്ധമാണ്. ഞാൻ വൈറ്റോടെ ഇപ്പോൾ യൂസ് ചെയ്യാറ്, പണ്ടല്ലേ യാഡ്ലീൻ്റെ ആയിരുന്നു.
ഏട്ടനൊക്കെ ഗൾഫിലായിരുന്നു, ഏട്ടനച്ഛനൊക്കെ. അപ്പോൾ അവർ കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം കുറച്ച് നാളായിട്ട് വൈറ്റ് ടോണാണ് യൂസ് ചെയ്യുന്നത്. ഏത് കടിക്ക് യൂസ് ചെയ്യാം, അതിൽ നിങ്ങളിഷ്ടം. അപ്പോൾ കണ്ടോ, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കൂടി ആയല്ലേ. അപ്പോൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ അത്യാവശ്യം ഒരു ഫങ്ഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഇതിൽ ഇട്ടാൽ തന്നെ മതി. നമുക്ക് ഫൗണ്ടേഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ എനിക്ക് ഐബ്രോസ് കുറവാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ തീരെ ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പം കുറച്ചായി എടുക്കാത്തത്. എനിക്ക് എടുത്തു കഴിഞ്ഞപാടെ എൻ്റെ ഐബ്രോ കാണാനൊരു ബുദ്ധിയുണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഫേസ് വാഷെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ റിവ്യൂക്ക് ഞാനിടാം. ഇതൊരു റിവ്യൂ മാത്രമാണ്, നിങ്ങൾ വാങ്ങിക്കണം എന്നല്ല. അപ്പോൾ ആ വീഡിയോ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ കൂടി ആയല്ലേ. അത് ഞാൻ വർക്കിന് പോകുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ വർക്കിന് പോകുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് മേക്കപ്പല്ല, ഞാൻ ഇങ്ങനെയാണ് ഒരുങ്ങാറ്. അതൊന്ന് കാണിച്ചാലേ ഉള്ളൂ. ഇതാണ് ഇതിൻ്റെ കൂടെ കിട്ടിയ ഫേസ് വാഷ്. ഈ വൈറ്റ് ഫേസ് വാഷും അതും ഒരുമിച്ചാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഫേസ് വാഷ് കാണിച്ചു തരാം. ഇതാണ് ഫേസ് വാഷ്, വൈറ്റനിങ് ഫേസ് വാഷാണ്. ഡീപ്പ് ക്ലെൻസസ് ആൻഡ് ബ്രൈറ്റ് സ്കിന്നിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഉള്ളത് ഇത് ഓൾ സ്കിൻ ടൈപ്പുകാർക്ക് ഉപയോഗിക്കാമെന്നാണ് ഉള്ളത്. പക്ഷേങ്കിൽ ഞാൻ പറയുന്നത് ഇത് ഓയിലി സ്കിന്നുകാർക്കാണ് കൂടുതൽ ആപ്റ്റായിട്ടുള്ളത്. കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്. അപ്പം നന്നായിട്ട് ഓയിലെല്ലാം ക്ലീൻ ചെയ്ത് പോകുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ യൂസ് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഡ്രൈ ആവാനുള്ള ചാൻസസ് അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റൊന്നും ഇതിനകത്തില്ല കേട്ടോ. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയണ്ടേ, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യമുള്ളത് ഡീപ്പ് ക്ലെൻസസ് വിത്തൗട്ട് ഓവർ ഡ്രൈയിങ് എന്നാണ്. പിന്നെയുള്ള റിമൂവ് എക്സസ് ഓയിൽ, ഡേർട്ട് ആൻഡ് ഇമ്പ്യൂരിറ്റീസ്. പിന്നെ റെഡ്യൂസ് ഡൾനെസ് ആൻഡ് വിസിബിളി ബ്രൈറ്റ്നസ്, gives even tone and radiant complexion. എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ വൈറ്റമിൻ B3 കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് അതിൻ്റെ അപ്പുറം ഫ്രീ കിട്ടിയതാണ്. ഇത് ചേട്ടൻ എക്സ്ട്രാ വാങ്ങിയതാണെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചില്ല കേട്ടോ. ഇത് 3 in 1 ആണ്. അതായത് നമുക്കിത് പിന്നെ 3 in 1 എന്ന് വെച്ചാൽ നമുക്ക് ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാം, പിന്നെ സ്ക്രബായിട്ട് ഉപയോഗിക്കാം, പിന്നെ മാസ്ക് ആയിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഇതാ ഇങ്ങനെ ട്രാൻസ്പെറൻറ്റ് കളറായിട്ടായിരിക്കും ഉള്ളത്, കണ്ട. ഞാനിപ്പോൾ കണ്ട ഇതൊരു ട്രാൻസ്പെറൻറ്റ് കളറാണ്. അതിൽ ചെറിയ ചെറിയ ബബിൾസ് പോലെ ഉണ്ടാവും. വേറെ ഒന്നുമല്ല. സ്ക്രബായിട്ട് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല, ക്ലെൻസറായിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. പക്ഷെ നല്ലൊരു ക്ലെൻസറാണ് കേട്ടോ. ഇപ്പം നമ്മൾ പിന്നെ വാട്ടർ പ്രൂഫ് മേക്കപ്പെല്ലാം ഇട്ട് കഴിഞ്ഞാലേ നമുക്ക് ക്ലീൻ ചെയ്യാൻ, അതായത് ഞാനത് പറയാൻ കാരണം വെച്ചാൽ ഞാനൊരു മത്സരത്തിന് നേരം തിരുവാതിര അങ്ങനെയൊക്കെ അറിയണം, നന്നായിട്ട് മറ്റേ ഇതിടണം, എന്താ പറയണ്ട, മേക്കപ്പ് ഇടണം. അതങ്ങനെ
അവർ പറയും സോപ്പ് വെച്ച് കഴുകാനോ എണ്ണ വെച്ച് ഇറക്കാനൊന്നും പാടില്ല, ക്ലെൻസർ ഉപയോഗിച്ച് കഴുകണം, അല്ലെങ്കിൽ പിന്നെ ക്ലെൻസിങ് ടവൽ ഉണ്ടാവില്ലേ വൈപ്സ്, അത് വെച്ചിട്ട് തുടച്ച് കളയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് വെച്ച് ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ കളറിൽ ഇത് ചാർക്കോൾ ക്ലെൻസറാണ്, നിങ്ങൾ കാണുന്നുണ്ടാവും ചാർക്കോൾ ക്ലെൻസറിനായിട്ട്. അപ്പോൾ ടൈറ്റനിങ് ആൻഡ് മാറ്റിഫയിങ് ചാർക്കോൾ ക്ലെൻസർ. ഇതിൻ്റെ കളർ എന്ന് വെച്ചാൽ ഒരു ചാർക്കോൾ എന്ന് പറഞ്ഞാൽ ചാർക്കോളിൻ്റെ സാധനം എങ്ങനെയാണെന്ന് അറിയാലോ. ഇതാ ഇതിൻ്റെ കളർ ഇത് എങ്ങനെയാണ്. 1 സെക്കൻഡ്. ഇത് പക്ഷേ ഇല്ല, വേഗം ഇങ്ങനെ ചെരിക്കുമ്പോൾ തന്നെ ലിക്വിഡായിട്ട് പുറത്തേക്ക് വരുന്നത്. അത് കുറച്ച് പ്രസ് ചെയ്താലേ വരും. ഇത് നമ്മളിങ്ങനെ കുത്തനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുറക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ടായിരിക്കും. 1 സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്ത് എന്താ പറയുക, ഒരു സ്ക്രബ് സാധാരണ ഡീപ്പായിട്ട് സ്ക്രബ് ചെയ്യാൻ കഴിയില്ല, ചെറിയ രീതിയിലുള്ള സ്ക്രബിങ്ങിൻ്റെ കണ്ടോ സാധനങ്ങളുണ്ട് തരി പോലെ. അപ്പം ഞാനിപ്പോൾ ഇത് ഫേസിലിടുന്നില്ല, ഞാനിങ്ങനെ ഞാൻ പറ്റില്ലേ ഞാൻ വേറെ. അപ്പോൾ ഇത് ഞാൻ കയ്യിലൊന്ന് വാഷ് ചെയ്ത് കാണിക്കാം, കാരണം ഞാനിത് ഓൾറെഡി മേക്കപ്പ് എല്ലാം ഇട്ട്. അപ്പോൾ തൽക്കാലം കണ്ടോ ഒരു ഇത് നമുക്ക് ഇങ്ങനെ തടിയിട്ട് മാസ്കായിട്ട് വെക്കാം. ഇത് നല്ല തണുപ്പാണ് കേട്ടോ, ഭയങ്കര കൂളിംഗ് ആണ് ഈ സാധനം, ഭയങ്കര തണുപ്പാണ്. കുറച്ച് വെക്കുമ്പോൾ എനിക്കാകെ എന്തെല്ലോ തണുപ്പ് ഫീൽ ചെയ്യും. അപ്പോൾ കഴുകി കളഞ്ഞുതരാം. അപ്പം ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ടേ. അതിപ്പോൾ മുഖത്തിട്ടാണ്, ഞാൻ അത്ര സമയം വെച്ചില്ല. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇതില്ലേ ഫേസ് വാഷ് ഒരു വലിയ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, 200 ml ആണ്. അപ്പോൾ ഈ ഫേസ് വാഷിൻ്റെത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മുഖം നനച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറ്റില്ല, ഒരു ജെല്ല് പോലത്തെയാണ്, അധികം ഇങ്ങനെ പതഞ്ഞ് വരില്ല. അപ്പോൾ മുഖത്ത് പിന്നെ സർക്കുലർ മോഷനിൽ ഒന്ന് ഹരിച്ച് കഴിഞ്ഞിട്ട് കഴുകാന്ന് പറയുന്നത്. അതും ഇളം ചൂടുവെള്ളത്തിൽ കഴുകാനാണ് പറയുന്നത്, പച്ചവെള്ളത്തിലല്ല ഇളം ചൂടുവെള്ളത്തിൽ. പിന്നെ ഇതെന്ന് വെച്ചാൽ ഞാൻ പറ്റില്ല 2 എണ്ണത്തിന് ഉപയോഗിക്കാം, 3 എണ്ണത്തിന് വാഷായിട്ട് സ്ക്രബായിട്ടും മാസ്കായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ബാക്കിൽ ഡയറക്ഷൻസ് ഉണ്ട്, പിന്നെ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്. വാഷാണെങ്കിൽ ഡെയിലി വാഷ് ചെയ്യാം, അതായത് മുഖം നനച്ചിട്ട് ഇതിട്ടിട്ട് ഒന്ന് വാഷ് ചെയ്യാം. നല്ലോണം ഓയിൽ അബ്സോർബ് ചെയ്യും, മുഖത്ത് എന്താ പറയണ്ടേ കച്ചറകളെല്ലാം ഉണ്ടെങ്കിൽ ഇറക്കി ഉണ്ടെങ്കിൽ പോകുമെന്ന് പറയുന്നത്. പിന്നെ സ്ക്രബും എവറി ഡേ ചെയ്യാൻ തന്നെ ഇവർ പറയുന്നത്, കാണുന്നുണ്ടോയെന്നറിയില്ല, ഞാൻ ബാക്ക് ചെയ്യാൻ വേറെ തന്നെ എടുത്ത് കാണിച്ചു. പിന്നെ മുഖത്ത് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സർക്കുലർ മോഷനിൽ പിന്നെ സ്ക്രബ് ചെയ്തതിന് ശേഷം കഴുകിക്കളയാന്ന് പറയുന്നത്. ഇതും അങ്ങനെ തന്നെ പറയുന്നത്, എക്സ്ട്രാ ഉള്ള ഓയിൽ പോവും, സ്കിന്നിൽ ഡേർട്ട്നെസ് പോവും, ബ്ലാക്ക് ഹെഡ് പോവും, ബ്രൈറ്റ്നെസ് വരും, നല്ല കോംപ്ലക്ഷൻ വരും. പിന്നെയുള്ളത് മാസ്കാണ്. മാസ്ക് അപ്ലൈ ചെയ്യാൻ പറയുന്നത് വീക്ക്ലി 2-3 തവണ വീക്ക്ലി യൂസ് ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് ഒന്ന് അത് ഡ്രൈ ആയതിനു ശേഷം വല്ല ടിഷ്യൂ വെച്ചിട്ട് തുടച്ച് കളയാനാണ് പറയുന്നത്. ഒരു ഷൈനസ് കിട്ടുമെന്നാണ് പറയുന്നത്. ഈ മാസ്ക് ഞാൻ അധികം യൂസ് ചെയ്തില്ല, കണ്ട മാസ്ക് ഫുൾ തന്നെ ഉണ്ടാകുക 2 തവണ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. കാരണം ആ പ്രൊഡക്റ്റ് ക്രീം എങ്ങനെയുണ്ടെന്ന് അറിയേണ്ടതുകൊണ്ട് ഞാനത് സ്ക്രബ് ചെയ്യാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ 2-3 തവണ യൂസ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ടാലറിയാം. ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ ഇത് തീർന്നിട്ട് ഇത് ഉപയോഗിക്കാമെന്ന് വെച്ചിട്ടുണ്ട്, കാരണം ഇത് ഫേസ് വാഷും കൂടിയല്ലേ. അപ്പം ഞാൻ ഇതിനെ യൂസ് ചെയ്യുമ്പോൾ കഴുത്തിനും കൂടെ യൂസ് ചെയ്യണേ, അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ചിലപ്പോൾ കൈക്കെല്ലാം യൂസ് ചെയ്യാറുണ്ട്, കൈൻ്റെ ഇവിടെയൊക്കെ, കാരണം ക്രീമൊക്കെ എന്തെങ്കിലും തടിയിട്ടുണ്ടെങ്കിലല്ലോ. അപ്പോൾ അടിപൊളി സാധനമാണ് കേട്ടോ. റേറ്റിൻ്റെ കാര്യം എനിക്കറിയില്ല, ഏതാണ്ട് നല്ല വിലയുണ്ടെന്നാണ് ബ്രദർ പറഞ്ഞത്. അപ്പം ഞാൻ ഒന്ന് റിവ്യൂ പറയണം തോന്നി, കാരണം ഇതുവരെ കാണാത്ത പ്രൊഡക്റ്റാണ്.
അപ്പോൾ എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം മൂന്ന് മാസത്തിലധികമായി. 3 മാസം ഏതാണ്ടായിരുന്നു. ചേട്ടൻ കൊണ്ടുവന്ന പാടെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങിയത്. അപ്പോൾ നല്ല മാറ്റമുണ്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് മുഖം ഭയങ്കര ഡാർക്ക്നെസ്, ഇങ്ങനെ എനിക്ക് തന്നെ തോന്നും. എല്ലാവരും ചോദിക്കാൻ തുടങ്ങി, നീ ഇങ്ങനെ എന്താ മുഖത്ത് ഇങ്ങനെ കരുവാളിപ്പ് വന്നിരുന്നു, എന്ത് പറ്റിയേ, നീ പണ്ടൊക്കെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, പിന്നെ എന്ത് ഇങ്ങനെ എന്നാലും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് മാനസികമായിട്ട് എന്തെല്ലോ പ്രശ്നങ്ങൾ വന്നു വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ബ്രദറിനോട് അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, വേറൊരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ബ്രദറിനോട് ചോദിച്ചത്. അപ്പോൾ അതിവിടെ നാട്ടിൽ ഞാൻ അന്വേഷിച്ചാൽ കിട്ടിയില്ല, ആമസോണിലൊന്നും കിട്ടിയില്ല, ഒരു 2 കൊല്ലം മുമ്പ്. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പം അന്വേഷിച്ചിട്ടുമില്ലായിരുന്നു. അപ്പം അന്നേരമൊക്കെ അന്വേഷിച്ച് കിട്ടാത്തതുകൊണ്ട് പിന്നെ നേരെ ബ്രദറിനോട് തന്നെ ചോദിച്ചു. അപ്പോൾ അങ്ങനെയാണ് ബ്രദർ കൊണ്ടു തന്നത്. അപ്പോൾ അവിടുന്ന് പറഞ്ഞതെന്ന് തോന്നുന്നു, ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ്, അത് യൂസ് ചെയ്ത് നോക്കും. അപ്പോൾ എനിക്ക് ഇതും കുഴപ്പമില്ലാന്ന് തോന്നി. ഞാൻ എൻ്റെ റിവ്യൂ പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് പിന്നെ ഞാനിങ്ങനെ ഗൂഗിളിൽ ഇങ്ങനെ ഫോട്ടോ അടിച്ച് നോക്കുമ്പോൾ ആമസോൺ UK എന്നെല്ലാം പറ്റി കാണിക്കുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ ഇങ്ങനെ പിന്നെ ഫേസ് വാഷിൽ അത് ഫ്ലിപ്കാർട്ടിൽ കാണുന്നുണ്ടായിരുന്നു, പക്ഷേ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഇത് കാണുന്നത് അവർ 600 സംതിങ് റേഞ്ചുണ്ട് കാണിക്കുന്നത്. ആമസോണെല്ലാം ഇന്ത്യയിൽ കാണിക്കുന്നില്ല, UK കാണിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഞാനിതിൻ്റെ ഫോട്ടോ എടുത്തിട്ടൊന്ന് നൈക്കയിലൊന്ന് നോക്കിയിരുന്നു. അപ്പോൾ നൈക്കയിൽ ഇതിൻ്റെ എന്താ പറയണ്ടേ, ആ ചാർക്കോൾ ഫേസ് വാഷില്ലേ അതിൻ്റെ ഒരു മോഡൽ ഈ സിസ് ഇമേജിൻ്റെ കുറച്ച് സാധനങ്ങൾ നൈക്കയിലുണ്ട്. പക്ഷെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഞാനീ പറഞ്ഞ ക്രീമൊന്നും അതിൻ്റെ അകത്ത് കാണുന്നില്ല. പിന്നെ ഈ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും തോന്നുന്നില്ല, കാരണം ലുലു സാധനങ്ങളെല്ലാം ഗൾഫിലുള്ളതുകൊണ്ട് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ കൊച്ചിയിൽ പോയത് നോക്കിയില്ല. അപ്പോൾ ഗൾഫിലാണ് ഇത് കൂടുതലായിട്ട് കിട്ടുന്നത് തോന്നുന്നു. വേറെ ഏതൊക്കെ സൈഡിലുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ വെറുതെ ഗൂഗിളിൽ അടിച്ചു നോക്കിയതാണ് ഇങ്ങനെ കാണിച്ചത്. ആ ഫോട്ടോ ഞാൻ വേണ്ടിയിട്ട് ഇതിനകത്തിട്ടാം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.